ഉച്ചൊരു 5:30 എഴുന്നേറ്റിട്ട് വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ വീട്ടിൽ വിളക്ക് എന്നും രാവിലെ വെക്കും കേട്ടോ. അപ്പോൾ പിന്നെ അമ്മ ഇപ്പോൾ കറൻ്റിലി ഇവിടെ വീട്ടിലില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് വെക്കാറുള്ളത്. പറ്റുന്ന സമയങ്ങളൊക്കെ വെക്കും. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുക്കളയ്ക്ക് ചെന്നിട്ട് ഇനി നമുക്ക് അടുക്കളയിൽ ഒരുപാട് പണികളുണ്ട്. അങ്ങനെ ഞാൻ ചെന്ന വഴിക്ക് തന്നെ ഫസ്റ്റ് ഞാൻ കുറച്ച് വെള്ളം എടുത്ത് കുടിക്കും കേട്ടോ. നമ്മൾ രാവിലെ എണീറ്റ് വെള്ളം കുടിക്കുന്നത് നല്ലതാണല്ലോ. അങ്ങനെ വെള്ളം എടുത്ത് കുടിച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചോറിനുള്ള വെള്ളം വെക്കണം, ചായക്കുള്ള വെള്ളം വെക്കണം, അങ്ങനെ എല്ലാം കൂടെ വെച്ച് ഞാനവിടെ സെറ്റാക്കിയിട്ടുണ്ട്. ഒരു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും എന്ത് കമൻറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് രേഖപ്പെടുത്താം കേട്ടോ. അങ്ങനെ കറിക്കും ഉപ്പേരിക്കുള്ളതൊക്കെ ഞാൻ തലേന്ന് തന്നെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഇന്ന് എനിക്ക് ഹോസ്പിറ്റലിലൊന്ന് പോകാനുണ്ട്. അപ്പം ഞാൻ എല്ലാം വേഗം പണിയൊക്കെ വേഗം തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെ ചോറിനുള്ള അരിയൊക്കെ ഇട്ടിട്ട് അപ്പോഴേക്കും എൻ്റെ നേവിക്കോട്ടനെ എണീറ്റിട്ടുണ്ടായിരുന്നേ. അവൻ ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനോട് കുറച്ച് നേരം ഇരുന്നിട്ട് ഇനി നമുക്ക് വീണ്ടും അടുക്കളയ്ക്ക് തന്നെ പോകണം. പണികളൊന്നും തീർന്നിട്ടില്ലല്ലോ. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ ഭയങ്കര അമ്മേനായിട്ട് മിസ് ചെയ്യും കേട്ടോ. രാവിലെ എന്നല്ല എപ്പോഴും മിസ് ചെയ്തുകൊണ്ട് തന്നെയാണ്. പിന്നെ ഇപ്പോൾ അമ്മ വരുന്നവരെ കാത്തിരിക്കുക, അത്രയല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാനിതാ കറിക്കുള്ളതൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. കറിക്കുള്ളതല്ല, കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഉപ്പേരിയും അവിടെ ഒരു ഭാഗത്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ചോറൊക്കെ വാർത്ത് വെക്കണം. ഇവിടെ ചോറ് വാർത്ത് വെക്കാറാണ് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പണി കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ ചോറൊക്കെ വാർത്ത് വെച്ചിട്ട് ഇനി നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ദോശയാണ്. അപ്പോൾ ഞാനിവിടെ ദോശ ഉണ്ടാക്കുന്നുണ്ട്. ആദ്യം നേവിക്കൂട്ടന് ദോശ കൊടുത്തിട്ട് പിന്നെ എനിക്ക് കഴിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അവന് 2 ചുട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവനൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇനി എനിക്കാണ് കേട്ടോ. അപ്പം ഞാനും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ദോശയ്ക്ക് ഉള്ളിച്ചമ്മന്തി ആയിരുന്നു, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഒരു സ്ഥിരം പ്ലേസാണ് കേട്ടോ അവിടെ. അപ്പോൾ അവിടെ ഇരുന്നിട്ട് ഞാൻ ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ചിട്ടുണ്ട്. പുറത്താണെങ്കിൽ നല്ല മഴയാണ് ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറത്ത് മുറ്റൊന്നും അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, മുറ്റൊക്കെ ഒന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാണ് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ തന്നെ നല്ല മഴ പുറത്തുള്ളതുകൊണ്ട് തന്നെ പോകാനൊരു നല്ല മടി ഉണ്ടായിരുന്നേ. അങ്ങനെ ഞാനും നെവികുട്ടനൊക്കെ റെഡി ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പോയി വന്നു കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് അലക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി അലക്കണം. പോയിട്ട് അലക്കിയിട്ട് ഞാൻ പുറത്ത് തോരയിടണില്ല, കാരണം മഴയല്ലേ. അപ്പം നമുക്ക് മേലെ കൊണ്ടുപോയിട്ട് തോരയിടാനാട്ടോ വിചാരിക്കണത്. അങ്ങനെ കുറച്ച് തുണികൾ വാഷിംഗ് മെഷീനിക്കും കൂടെ ഇടാനുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ അപ്പോഴേക്കും നമുക്ക് ഉച്ചയാവാറൊക്കെ ആയിട്ടുണ്ടായിരുന്നു. വിശപ്പിൻ്റെ വിളികൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മീനാണെങ്കിൽ അച്ഛൻ വൈകുന്നേരം വരുമ്പോഴേ കൊണ്ടുവരുള്ളൂ. അപ്പം ഞാനൊരു മുട്ട എടുത്തിട്ട് ഉണ്ടാക്കുകയാണ്. ഇങ്ങനെ മുട്ട ഉണ്ടാക്കി നോക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉള്ളിയും പച്ചമുളകൊക്കെ വഴറ്റിയിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് അത് വഴന്ന് വരുമ്പോൾ മുട്ട അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഓംലെറ്റ് പോലെ ഉണ്ടാക്കി വെക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിനൊരു വേറൊരു ടേസ്റ്റ് തന്നെയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ചോറിന് കറിയായിട്ട് കുമ്പളങ്ങക്കറി ആയിരുന്നു ഉണ്ടായിരുന്നത്. ബീട്രൂട്ട് തോരനും മുട്ട വറുത്തതും കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് ചോറുണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേവിക്കുട്ടനാണെങ്കിൽ അവിടെ അവൻ്റെ പാണ്ട കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും അവിടെ പോയിരുന്നിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ചോറെല്ലാം നല്ല വിശപ്പോടെ ഫുള്ള് തിന്ന് തീർത്തിട്ടുണ്ട്. ഇങ്ങനെ ഫുള്ളായിട്ട് തിന്ന് തീർക്കുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് മനസ്സിനും ശരീരത്തിനും. അതെ കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്കായപ്പോൾ നേവിക്കുട്ടനെ ണ്ടായിരുന്നു. അങ്ങനെ ഞാനും ജസ്റ്റ് ഒന്ന് കിടന്നിട്ടുണ്ടായിരുന്നു, ഉറങ്ങൊന്നും ചെയ്തില്ല. വീഡിയോ എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ കിടന്ന്. പിന്നെ ഞാൻ അടിച്ചുവാരി തുടയ്ക്കാണ് കേട്ടോ. വൈകുന്നേരമാണ് കേട്ടോ ഞാനിവിടെ അടിച്ചുവാരി തുടയ്ക്കാറുള്ളത്. അപ്പോഴേക്കും അച്ഛൻ വരാൻ സമയമായിട്ടുണ്ടായിരുന്നു. അച്ഛൻ വരുമ്പോൾ പിന്നെ എന്നും പാപ്പം കൊണ്ടുവരാറുണ്ട്. പാപ്പെല്ലാം ചായക്കടി കൊണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് മുട്ട ബജി ആയിരുന്നേ. അപ്പോൾ ചായ കുടിക്കാനുള്ള സമയമായതുകൊണ്ട് തന്നെ ചായയും മുട്ട ബജിയൊക്കെ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ സന്ധ്യാനേരമായി, വിളക്ക് കൊളുത്താൻ നേരമായപ്പോൾ വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നേവിക്കൂട്ടനും അച്ഛനൊക്കെ ഭസ്മൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ ഞാൻ കുറച്ച് നേരം നാമം ചൊല്ലാലുണ്ട് കേട്ടോ. അങ്ങനെ ഞാനും അവനും കൂടെ ഒന്ന് നാമം ചൊല്ലി. അവനിരിക്കൊന്നുമില്ല, അവനേറ്റ് പോവും. ഞാനങ്ങനെ നാമമൊക്കെ ചൊല്ലിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് മീൻ വറുക്കാനുണ്ടായിരുന്നു കേട്ടോ രാത്രിക്കേക്ക്. അപ്പം മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം മീനൊക്കെ ഒന്ന് വറുത്തിട്ടിട്ട് പിന്നെ പ്രത്യേകിച്ച് പണികളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഞാൻ നേവിക്കുട്ടനൊപ്പം ഇങ്ങനെ വെറുതെ TV കണ്ടിട്ടോ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ സമയം പോകും കേട്ടോ. അപ്പോൾ അവൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കുകയായിരുന്നു. അവനെനിക്ക് ചിപ്സ് കഴിക്കുന്നതെന്ന് എനിക്ക് കൊണ്ടുവന്നിരുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മീൻ എന്തായി എന്നറിയാൻ വേണ്ടി പോയി നോക്കിയപ്പോഴേക്കും മറിച്ചിടാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ മീനൊക്കെ മറിച്ചിട്ട് രാത്രി ആയപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ രാത്രി ആകുമ്പോഴേക്കും ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ കഴുകാനും അടുക്കള ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ കിടക്കുന്നതിന് മുന്നേ തന്നെ അടുക്കള ഫുള്ള് ക്ലീൻ ചെയ്യണം, എച്ചിൽ പാത്രം ഒന്നും വെക്കരുത് എന്നാണ് കേട്ടോ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ എനിക്ക് അത് തന്നെയാണ് ചെയ്യാൻ ഇഷ്ടമുള്ളത്. പക്ഷെ നമ്മൾ ആരെങ്കിലും ഒരാൾ കഴിക്കാൻ ബാക്കി ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് അവർക്ക് ഭക്ഷണം എടുത്ത് വെക്കണ്ടേ. അപ്പോൾ നമുക്ക് ഫുള്ള് ക്ലീൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ എല്ലാം ഫുഡ് കഴിച്ച് കഴിഞ്ഞുകൊണ്ട് എല്ലാം മൊത്തം ക്ലീൻ ചെയ്തു. സിങ്കൊക്കെ ഫുൾ കഴുകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു സാറ്റിസ്ഫാക്ഷൻ കേട്ടോ. അപ്പോഴേക്കും എൻ്റെ മകൻ ഇവിടെ ചെമ്പും വെച്ചിട്ടാണ് കളിക്കുന്നത്.
അങ്ങനെ ഞാൻ അടുക്കളയൊക്കെ ഫുൾ ക്ലീൻ ചെയ്തു. ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. അടുക്കള ഇങ്ങനെ ഫുൾ ക്ലീൻ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് ആയിരിക്കും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര നെഗറ്റീവായിട്ടായിരിക്കും അടിക്കുന്നുണ്ടാവുക. അപ്പോൾ ഫുൾ ക്ലീൻഡ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുക്കളയൊക്കെ ക്ലോസ് ചെയ്തിട്ട് നമ്മൾ ലൈറ്റൊക്കെ അണച്ചിട്ട് പോവാണ് കേട്ടോ. നമുക്ക് ഇനി ഉറങ്ങാനായിട്ടില്ല. ചെക്കൻ ഉറങ്ങി കഴിഞ്ഞാലേ നമുക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ ഒരു ഒളിത്താവളാണ് കേട്ടോ. ഇപ്പോൾ ഈ കർട്ടൻ്റെ ഉള്ളിൽ ഏത് നേരം അതിൻ്റെ ഉള്ളിലാണ് ഇരിക്കുക. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ വിരിച്ചിട്ടുണ്ട്. ഇനി ഇവനെ ഉറക്കണം എന്നുള്ളതൊരു വളരെ വലിയ ജോലിയാണ്. ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഉറങ്ങാനായിട്ട്. അങ്ങനെ അവന് ഡ്രസ്സൊക്കെ ഇടിക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞങ്ങളിങ്ങനെ കളിച്ചിരിക്കും. പിന്നെ അവസാനം തല്ലൂടും, പിന്നെ ഉറങ്ങും. അങ്ങനെയൊക്കെയാണ് എന്നും ഉണ്ടാവാറുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. എന്തെങ്കിലും ഒരു സ്മൈലെങ്കിലും ഇടുക. അപ്പോൾ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.